ജൂൺ 9 ഞായറാഴ്ച. മാർക്കോസ് 3:20 മുതൽ 35 വരെ വാക്യങ്ങൾ. നിങ്ങളുടെ സുബോധം നഷ്ടപ്പെട്ടോ എന്ന് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുവിൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ അവൻ്റെ പഠിപ്പിക്കലുകളുടെയും അത്ഭുതങ്ങളുടെയും വചനം പ്രചരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇന്നത്തെ സംഭവം നടക്കുന്നത്. യേശുവിൻ്റെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അവൻ്റെ ദൗത്യം മനസ്സിലായില്ല. അവൻ ദൈവപുത്രനാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. നസ്രത്തിലെ ജനങ്ങൾക്ക് അവൻ മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകൻ മാത്രമായിരുന്നു. യേശു ആരാണെന്ന് ഫരീസയർക്ക് മനസ്സിലാകാഞ്ഞതിനാൽ അവർ അവനെ പിശാച് ബാധിച്ചതായി ആരോപിച്ചു. ജനങ്ങളുടെ കണ്ണിൽ യേശുവിനെ അപകീർത്തിപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചു. അവൻ്റെ രോഗശാന്തിയും ഭൂതോച്ചാടനവും പിശാചിൻ്റെ പ്രവൃത്തികളായി മുദ്രകുത്തിക്കൊണ്ട് യേശുവിൻ്റെ എതിരാളികൾ അവൻ്റെ അത്ഭുതങ്ങളെ ദൈവത്തിൽ നിന്ന് ആളുകളെ അകറ്റാൻ രൂപകൽപ്പന ചെയ്ത വ്യാജ പ്രവർത്തനങ്ങളായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. സത്യം പറയുന്നവർ നമ്മെ അസ്വസ്ഥരാക്കുന്നു. അവ നമ്മുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചില ശാഠ്യങ്ങളെയും ശല്യപ്പെടുത്തുന്നു. സത്യവും നല്ല പ്രവൃത്തികളും എപ്പോഴും വിലമതിക്കപ്പെടുന്നില്ല. നിലവിലുള്ള അവസ്ഥയെ വെല്ലുവിളിക്കുന്നവർ അപകടകാരികളാണ്. എല്ലാം മാറ്റിമറിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു. ഫരിസേയരുടെയും യേശുവിൻ്റെ കുടുംബത്തിൻ്റെയും ദൃഷ്ടിയിൽ യേശു അപകടകാരിയായിരുന്നു. ക്രിസ്ത്യാനികളായ നമുക്കും ഇന്ന് ഇതേ അവസ്ഥയാണ്. കാര്യങ്ങൾ ചെയ്യുന്ന രീതിയെയോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന രീതിയെയോ നാം വെല്ലുവിളിക്കുകയാണെങ്കിൽ നമ്മളെ ഭ്രാന്തന്മാരായിട്ടും അപകടകാരികളായിട്ടും കാണപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തേക്കാം. യേശുവിൻ്റെ ഇതുവരെയുള്ള മുഴുവൻ ശുശ്രൂഷയും ദൈവത്തെക്കുറിച്ചുള്ള ഒരു പുതിയ ദർശനത്തെയും ദൈവമായുള്ള ഒരു പുതിയ മാർഗത്തെയും പ്രഖ്യാപിക്കുന്നതായിരുന്നു. ആ ദർശനത്തിൻ്റെയും വഴിയുടെയും കാതൽ ദൈവം സ്നേഹമാണെന്നും ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളുടെയും രോഗശാന്തിയും ആരോഗ്യവും ദൈവം ആഗ്രഹിക്കുന്നുവെന്നും ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും നമ്മെ സ്നേഹിക്കാനും വീണ്ടെടുക്കാനും തീരുമാനിച്ചിരിക്കുന്നു എന്ന ബോധ്യമാണ്. ഈ ദൈവം നമുക്ക് എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ്. തീർച്ചയായും ആർക്കും എല്ലാവർക്കും പ്രാപ്യമാകാൻ നമ്മുടെ ദൈവം സന്നദ്ധനാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.